സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ഖിയാമുൽ ലൈലും നമ്മുടെ സൽക്കർമ്മങ്ങളും ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും വളരെ സാഹസികമായിട്ടുള്ള സൽക്കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 മണിക്കൂർ സമയം ചൂടുള്ള ഈ സാഹചര്യത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് തുറന്ന ഉടനെ തന്നെ മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിലെത്തി ഒന്ന് വിശ്രമിക്കാൻ നേരമില്ലാതെ വീണ്ടും ഇശാ നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലെത്തി 11 റക്അത്ത് നമസ്കാരം, ഖിയാമുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം നമസ്കരിച്ച് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോയി 4 മണിക്ക് ശേഷം അത്താഴത്തിന് ഉണരുന്നത്, വീണ്ടും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ, പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വിശ്വാസിയുടെ ഈ വ്രത കാലഘട്ടത്തിലുള്ള ആരാധനാകർമ്മങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹസികമായിട്ടുള്ള സൽക്കർമ്മങ്ങളും ഒക്കെയും വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഈ ഇബാദത്തുകളെല്ലാം ചെയ്യാൻ യാതൊരു വൈമനസ്യമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് എളുപ്പമാക്കി തന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം എന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്ന ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാകുമ്പോഴാണ് അത് സ്വീകരിക്കുന്നത്. നമ്മൾ ഏതൊരു ജോലിയും പറയാണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്ന് എന്തെങ്കിലും ഒരു മാർഗത്തിൽ നമ്മൾ അത് പരിശോധിക്കാറുണ്ട്. നമ്മളൊരു കച്ചവടം ടൗണിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടത്തിന് കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും, അതോടുകൂടി കുറെ നെഗറ്റീവ്സുകളും ഉണ്ടാവും. പോസിറ്റീവ് മാത്രം ആലോചിച്ചുകൊണ്ടല്ല നമ്മൾ കച്ചവടം തുടങ്ങുന്നത്. ആ കച്ചവടത്തിനെ ബാധിക്കുന്ന വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെ നാശത്തിലേക്ക് അഥവാ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വല്ലതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന പോലെ ഒരു പാടത്ത് അല്ലെങ്കിൽ ഒരു പറമ്പിൽ നമ്മളൊരു വിത്തിറക്കി കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് ചെടിയായി കായ്ക്കനികളായിട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കുന്ന വല്ല കീടങ്ങളും നമ്മുടെ ഈ കൃഷിയിടത്തിലുണ്ടോ എന്ന് ഒരു കർഷകൻ പരിശോധിക്കുന്ന പോലെ പരിശുദ്ധ റമദാനിൽ വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന, അതിന് നാശം സംഭവിക്കുന്ന, അത് ബാത്തിലാക്കി കളയുന്ന വല്ല കാര്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിലുണ്ടോ എന്നോ ഒരു പരിശോധനയും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാവോ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അത് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന ഏറ്റവും ഉന്നതമായ പ്രവർത്തനമായി മാറ്റിയെടുക്കാൻ സത്യവിശ്വാസികളായി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ഇസ്രായിലെ ഒരായത്താണ് ഞാൻ ഓതിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മശ്കൂറാ. 3 അടിസ്ഥാന വിഷയം പറയുന്നുണ്ട്. ഒന്ന് പറയുന്നു വമൻ അറാദൽ ആഖിറ, പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തനം ചെയ്താൽ, ഉദ്ദേശിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നിയ്യത്ത് ശരിയാക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
നിയ്യത്ത് എന്നും പറയും, ഇഖ്ലാസ് എന്നും പറയും, ഇഹ്തിസാബ് എന്നും പറയും. ഈ പരലോകം ആഗ്രഹിക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ് എന്ന പൂർണ്ണ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഭാരത്തിൽ അതാണ് നോമ്പിനെ പറ്റി പറഞ്ഞല്ലോ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അപ്പൊ ഒരാൾ നോമ്പ് നോറ്റു അല്ലെങ്കിൽ രാത്രി നമസ്കരിച്ചു, അത് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പോവല്ല. അത് ഈമാനും ഇഹ്തിസാബോട് കൂടിയിട്ടാണ്. ഈമാൻ ഒരു ഭാഗമാണ്. ആദ്യം പറഞ്ഞ ഈ പരലോക പ്രതിഫലം ആഗ്രഹിക്കുക. നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ നിൽക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും പരലോകത്ത് അതിന് പ്രതിഫലം കൊടുക്കുന്നത് ആ മനുഷ്യൻ ആ കർമ്മം ചെയ്യുമ്പോ അവന്റെ മനസ്സിന്റെ ചേതോവികാരം അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ നേർ വിപരീതം എന്തായിരിക്കും? ആളുകളെ കാണിക്കാൻ, മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അത് ബാത്തിലായി കളയുന്നു. ഇപ്പൊ നിസ്കാരത്തിനെ പറ്റിയിട്ട് പറയും, കപടന്മാരുടെ നമസ്കാരം. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ എന്താ പറയുക? 3 ലക്ഷണം ഉണ്ട്. കപടന്മാരായ ഒരു പ്രതിഫലം പരലോകത്ത് കിട്ടാത്ത, മനസ്സിന്റെ ഉള്ളിൽ നിഫാഖ് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാർ, അവർ നമസ്കാരത്തിന് നിന്നാൽ ഖാമോ കുസാല, അവർ മടിയന്മാരാണ്, അലസന്മാർ. എന്തോ ഒരു കാരണത്താലും മുമ്പിൽ വന്നതാണ്. എല്ലാവരും നിസ്കരിക്കുന്നുണ്ടല്ലോ, തറാവീഹ് ഉണ്ടല്ലോ, സുബഹിക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്നിട്ട് മടിയന്മാരായി, അലസന്മാരായി അവരെന്ത് ചെയ്യുന്നത്? നമസ്കരിക്കുന്നു. 2 യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാനാണ് അവർ നമസ്കരിക്കുന്നത്. റിയാഹ് പറയും. 3ാമത് പറയുന്നത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. നിസ്കരിക്കാൻ നിന്നാൽ ഞാൻ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തെന്നിപ്പോ സുജൂദിൽ ചെയ്തത്? ഞാൻ സുജൂദ് സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി, സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. ആ പ്രാർത്ഥനന്റെ അന്തസാരം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ഓർമ്മയുമില്ലാതെ ആയിരിക്കും അവൻ നമസ്കരിക്കുക. അപ്പൊ ആ മനുഷ്യൻ വരും എന്നല്ല പറഞ്ഞത്, നമ്മളും അങ്ങനെ ഒരാൾ നമസ്കരിക്കണം, അലസനായി, അള്ളാഹുവിനെ കുറിച്ച് ഒരു ഓർമ്മയില്ല. അള്ളാഹു അക്ബറും അറിയും, സലാം വീട്ടിലും അറിയും. അതിന്റെ നടുക്ക് എന്താ നടന്നത് അവനറിയില്ല. യാന്ത്രികമായി ഇമാമ നിസ്കരിക്കുന്നതിന്റെ ഒപ്പം ചെയ്യുന്നറിയോ, അങ്ങനെ അങ്ങോട്ട് നിസ്കാരം ചെയ്യും. ഈ നമസ്കാരം ആയിരുന്നറിയും? കപടന്റേതാണ്, മുനാഫിക്കിന്റെ ആണ്. ആ മുനാഫിക്കിന്റെ നമസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോ വട്ടപൂജയായിരിക്കുന്നതാണ്. അവന് എങ്ങനെ നിസ്കരിക്കട്ടെ? അത് ഒന്ന് ആത്മാർത്ഥമാണ്, ഇഖ്ലാസുമാണ്. അതാണ് നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അവനെ നമസ്കരിക്കുന്ന നേരത്ത് പടച്ചോനക്ക് വേണ്ടി ഞാൻ ചെയ്യണത്. തലച്ചോറ് എനിക്കുണ്ട്, 24 മണിക്കൂർ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എനിക്കൊരു ഹൃദയം, അതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് 2 കിഡ്നികൾ. ഉദാഹരണത്തിന് ആ 3 പറ്റി മാത്രം ഞാനെന്ന മനുഷ്യനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുജൂദിന് നമുക്ക് തല നിർത്താൻ കഴിയില്ല. അത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് പഠിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് സമയം നോക്കി നമ്മൾ പറയും, നമ്മൾ തലച്ചോറിന് സ്ട്രോക്ക് വരും. ഒരു മനുഷ്യന് അതെങ്ങനെയെങ്കിലും ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ സമയത്ത് ചെയ്യുന്നറിയോ, അവന്റെ ഈ തലന്റെ ഉള്ളിലുള്ള തലച്ചോറിന് എന്തെങ്കിലും ഒരു ഞരമ്പിന് എന്തെങ്കിലും പറ്റിയാൽ അവൻ കിടന്നു. പിന്നെ തെറാപ്പിയായി, പിന്നെ നടക്കാൻ കഴിയുന്നില്ല. മാസങ്ങൾ, വർഷങ്ങൾ. നമ്മളെ 2 കാലോട്ട് ഉഷാറായിട്ട് നടക്കാൻ നമ്മളെ തലച്ചോറിന് ഒന്നും പറ്റാതെ എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, അർഹമുർ റഹീമിനായ പഠിച്ചവൻ,
എന്റെ ഹൃദയം ഞാൻ അറിയുന്നില്ല. ഇത് മിടിച്ചുകൊണ്ട് ഇതേ ഈ മിടിപ്പ്. നമ്മൾ പറയില്ല, പണ്ട് നമ്മളെ പാടത്തിന്റെ ചെയ്യുന്നറിയോ, നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചിരുന്നു. അതുപോലെ നമ്മളെ ബ്ലഡ് ചെയ്യുന്നറിയോ, അങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. നമ്മളെ ശരീരത്തിന്റെ വിരൽ തുമ്പ് മുതൽ തലയോട്ടി മുതൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കൃത്യമായും ആസൂത്രിതമായി അത് അവിടെയും എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യവാനായ റബ്ബുണ്ട്. രണ്ട് കിഡ്നി അതിന് നേരം പറ്റിയാലോ, ഈ നിസ്കരിക്കുന്ന ഇടയിൽ ചെറിയൊരു വേദന അടുത്ത ഭാഗത്ത്, ഷോൾഡറിന്റെ അടുത്ത ഭാഗത്ത് കൊണ്ടുപോകണു. പിന്നെ അഞ്ചോപ്ലാസ്റ്റ് ചെയ്യണം, അഞ്ചോഗ്രാം ചെയ്ത് അഞ്ചോപ്ലാസ്റ്റിനൊക്കെ ചെയ്ത് പിന്നെ അവന് നമസ്കാരമില്ല, നോമ്പൊന്നുമില്ല, പിന്നെ ആ പള്ളിയിലേക്ക് വരുന്നില്ല. എന്നിട്ടും എന്റെ റബ്ബ് ഇത്രയും കാലായിട്ട് ഈ ഹൃദയത്തിനെ വളരെ കൃത്യമായി സഞ്ചരിപ്പിക്കുന്നുണ്ട്. കിഡ്നിയും അങ്ങനെ തന്നെ നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മളെ ബ്ലഡ് മുഴുവനും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. മറ്റൊരു ചെറിയ വേദന അല്ലെങ്കിൽ ചെറിയ മൂത്രത്തിലൊരു ചെറിയ പ്രയാസം ഉണ്ടായി, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയണം എന്റെ ഒരു കിഡ്നി ദുർബലായി എന്ന് പറഞ്ഞാൽ അത് രണ്ടും വീക്കായി കേട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് പിന്നെ എന്താണ് അവസ്ഥ? ഒന്ന് ആലോചിച്ചു. 3 ദിവസം കൂടുമ്പോ പോകണം ഡയാലിസിസ് സെന്ററിൽ. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇത് ഒരു മെഷീനിൽ 4 മണിക്കൂർ ഇങ്ങനെ കിടന്നു കൊടുക്കണം. ഒരു ഞരമ്പ് കൂടി നമ്മളെ രക്തം മുഴുവനും കൂടി മെഷീനിക്ക് പോണ്. 4 മണിക്കൂറോട് എന്ത് ചെയ്യുന്നറിയോ, അത് നമ്മുടെ ബ്ലഡിൽ മറ്റൊരു രക്തം കൂടി കയറും. ആ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ, അവനെ കൊണ്ടുനടക്കാൻ ആളുകൾ, ഒരു ഓട്ടോറിക്ഷയിൽ കാറിൽ കൊണ്ടുപോകണ ഒരാൾ. എന്നിട്ട് അവിടുന്ന് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണോ? 28-48 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ശരീരം എന്ത് ചെയ്യുന്നറിയോ, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, വറക്കും, അവന്റെ മഞ്ഞ കളറായി വരും. എന്നിട്ട് നോക്കി നിങ്ങൾ 58, 60, 70 വയസ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസത്തെയും കാണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വരാനും ഒരു മുസ്ലിമായിട്ട് ജീവിക്കുവാനും പടച്ചവന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യേണ്ടവനാണ് എന്ന ഇഖ്ലാസോട് കൂടി ഇതും കൂടി ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനാണ്. നമ്മളെക്കാട്ടും വലിയ നന്ദി കെട്ടവൻ ആരാണുള്ളത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയിൽ നിന്ന് കേട്ടാൽ വീട്ടിൽ നിന്ന് തണുപ്പുള്ള രാവിലെ എന്ത് ചെയ്യണമെന്നറിയോ, പുതപ്പിന്റെ ഉള്ളിൽ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വേണം എന്റെ അല്ലാഹ്ക്ക് ഞാൻ ഇതും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനായി ലോകത്ത് വരും. ഇഖ്ലാസ് ഹൃദയത്തിൽ വരണമെങ്കിൽ ഇതിനെ പറ്റി ഒന്ന് ചിന്തിക്കണം. ഇത് മാത്രമാണ് 100 കണക്കിന് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ നടത്തുന്നുണ്ട്. പുറത്തുണ്ട്, ലോകത്ത് നോക്കി നിങ്ങൾ GCC മുഴുവനും, ലോകത്തുള്ള ഒരുപാട് രാജ്യം പശ്ചിമേഷ്യ മുഴുവനും വിറകൊണ്ടിരിക്കുകയാണ്. അവര് മാത്രമല്ല നമ്മളും, നമ്മുടെ പള്ളി, മദ്രസ, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അത് മുഴുവനും ഗൾഫിലുള്ള സഹോദരന്മാരെ ലക്ഷ്യമാക്കിയാണ് ഇരിക്കുന്നത്. മിനിഞ്ഞാന്ന് കണ്ടി നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നത്, ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ വാർത്ത കേട്ടിയപ്പോൾ നമ്മളൊക്കെ നെടുങ്ങി പോയി. പഠിച്ചോണ്ട് ഇനി വരാൻ പോകും, വീണ്ടും ഇടുകയാണല്ലോ ഇസ്രായേൽ ഇറാൻ തിരിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇസ്രായേലിക്ക് മാത്രമല്ല ഇട്ടത്, ഇസ്രായേലിനും അമേരിക്കക്കും വിമാനവാഹിനി യുദ്ധ വിമാനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാന്നറിയോ, അവർ മുൻപിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം വിചാരിച്ചു പെട്ടെന്ന് തീരും, അത് ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴത്തോളം അത് രൂക്ഷമായി കൊണ്ടിരിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് ഈ റമദാനിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മളിനി വരിക പോണത്, ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് എന്താണോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയോ, കുറച്ചു നേരം നമ്മൾ ഇരിക്കുക സ്വകാര്യമായിട്ട്. പ്രാർത്ഥന ഇല്ല. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ചെയ്യാന്നില്ല. തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം പിന്നെ ഇല്ല. പിന്നെ വിത്ർ നടത്തുന്നില്ല. സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിച്ചു. പ്രവാചകന്റെ കൂടെയുള്ള ആൾക്കാർ 11 റക്അത്ത് നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ കുറെ സമയമുണ്ടല്ലോ ഇനി സുബഹിക്ക്, ഞങ്ങൾ ഇനി നിസ്കരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറിയോ, ഖിയാമുൽ ലൈൽ ഇമാമിന്റെ കൂടെ നമസ്കരിച്ച് പൂർണ്ണമായി നമസ്കരിച്ച് പിന്നീട് എന്ത് ചെയ്തെന്നറിയോ, അവൻ വീട്ടിലേക്ക് പോയാൽ പിന്നെ അവൻ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെ.
ഇഖ്ലാസ് വേണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇഖ്ലാസിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിനാണ് ഇഹ്തിസാബ് എന്ന് പറയുന്നത്. ആ ഇഹ്തിസാബും നിയ്യത്തും ഇഖ്ലാസും ഒക്കെ ഒന്നാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആത്മാർത്ഥമായി കൊണ്ടായിരിക്കണം എന്നാണ്. അത് ആൾക്കാരെ കാണിക്കാനോ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ലാഭത്തിന് വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്താലും സ്വതക്ക കൊടുത്താലും ഒന്നുണ്ടായാലും അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു പ്രതിഫലം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഓരോന്നിനും അതിൻ്റെതായ പ്രവർത്തനം ചെയ്യാം. എന്താ അങ്ങനെ പറഞ്ഞാൽ ഇത്തിബാഉ റസൂലാണ്. നമ്മൾ ഈ ആരാധനകൾ പരലോകത്ത് കൂലി കൂട്ടാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും ആ ഇബാദത്ത് ചെയ്യുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പിലായിരിക്കണം ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്കനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിച്ചതെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു വലിച്ചെറിയുന്നു. അതാണ് ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാതാണ് ഈ പ്രവർത്തനം. റോഡ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല, പാലത്തിന്റെ കണിയല്ല, നമ്മളെ പെരണ്ടാക്കുന്ന പരിപാടിയല്ല. പരലോകത്ത് കൂലി കിട്ടും എന്ന് ഒരു മനുഷ്യൻ വിചാരിച്ചുകൊണ്ട് ഒരു അമല് ചെയ്തു, പക്ഷെ അതിൽ എന്റെ കൽപ്പനയില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇല്ലെങ്കിൽ ആ അമൽ അല്ലാഹു എടുത്ത് തട്ടി മാറ്റുന്നതാണ്, കൊണ്ടുപോകുന്നു. കാരണം എന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് അയച്ചിട്ട് 23 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? അള്ളാന്റെ ദീന് സമ്പൂർണ്ണമാക്കി. ഇനി അതിലേക്കൊന്നും കടത്താനുമില്ല, അതിലുള്ളതൊന്നും ഒഴിവാക്കാനുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ജൂതന്മാര് പറഞ്ഞല്ലോ മദീനയില്, ഈ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം എന്താവുന്നല്ലോ ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു, ഈദാക്കുമായിരുന്നു. അത്രമാത്രം ഗഹനമായ ഒരു ആയത്താണ്. അപ്പൊ സത്യവിശ്വാസികളെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആയത്ത് ഇറങ്ങിയത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇറങ്ങിയത് ഒരു അറഫ ദിവസമാണ്. അറഫ ദിവസം മാത്രമല്ല, ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആയത്തിന്റെ പൊരുൾ എന്താ? ഇത്തിബാഉ റസൂല് നമ്മളെ അമലുകളിൽ മുഴുവനും അടിസ്ഥാനപരമായിട്ട് വേണമെന്നാണ്. ഏത് പ്രവർത്തനം നോക്കി ഈ റമദാനിൽ കുറെ ആൾക്കാര് ഈ നോമ്പിന്റെ തൊട്ട് ദിവസം മമ്പുറത്ത് പോയി ജാറങ്ങളിലേക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നല്ലോ, അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാർ പ്രാർത്ഥിക്കാണ്, സങ്കടം, നോമ്പിനും പോവാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യാന്നറിയാം? ഈ ബദരീങ്ങളി മുഹദീങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാം? നന്നായിട്ട് തറാവീഹ് നിസ്കരിക്കുകയാണ്. തറാവീഹ് നിസ്കാരത്തിന്റെ കൂലി പരലോകത്ത് കിട്ടുന്നതാണ്. അല്ല, അതിന് ഇത്തിബാഉ റസൂൽ വേണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വേണം. ആ ചര്യക്കനുസരിച്ചായാലേ ഓരോന്നിന്റെ രീതി പഠിപ്പിച്ചതാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്തു സഹാബിമാർ, കല്ല്, ചെറിയ കല്ല് ജംറയിൽ എറിയണം. എങ്ങനെയാണ് എറിയേണ്ടത്? എത്ര വട്ടാണ് എറിയേണ്ടത്? എങ്ങനത്തെ കല്ലായിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനാണ് നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നത്, എന്നാണ് അതിന്റെ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് എടുക്കണം. നമസ്കരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. കൈ എവിടെ കെട്ടി തീരുമാനം ആവണ്ടേ? ചില ആൾക്കാർ കെട്ടാതിരിക്കും. മാലിക്കുകൾ നമ്മള് മുമ്പറക്കിനൊക്കെ പോയ ചിലർ കാണും. നമ്മൾ എന്താ കയ്യട്ടാത്ത? അയാള് കയ്യട്ടിക്കണ്, അയാള് നിസ്കാരത്തില്ല, അവര് കയ്യട്ടില്ല. ചില ആൾക്കാർ ഇവിടെ കെട്ടും, ചില ആൾക്കാർ വളരെ താത്തി, ചില ആൾക്കാർ നെറ്റിന്റെ മേലെ കുരിശ് വരച്ചായിരിക്കും. എന്തൊരു തീരുമാനമാണ്! ഇതിനൊരു തീരുമാനമുണ്ട്. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോ വലത്തെ കൈ ഇടത്തെ കൈന്റെ മുകളിൽ നെഞ്ചത്ത് കെട്ടിയെന്നാണ്. അതന്നെയാണ് അതിന്റെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ച് ഒരാൾ ചെയ്ത് എന്റെ പ്രവാചകൻ കെട്ടിയെടുത്ത് കെട്ടണം. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു എന്ന് നിങ്ങൾക്ക് കണ്ടാൽ എന്റെ വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വലിച്ചെറിയണം. പിന്നെ ആരെടുക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കണം. അവ ചെറുതായാലും വലുതായാലും ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിന് ശേഷം 33, ഒരാൾ പറയും 34, പറ്റുള്ളത് 33 ഒരു പ്രാർത്ഥനയിലുള്ള ഒരു വാക്ക് പോലും കൂടുതലാക്കാൻ നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറക്കും ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഏതാ പ്രാർത്ഥന എന്നറിയുന്നത്? اللهم اسلمت نفسي اليك ووجهت وجهي اليك وفوضت امري اليك والجأت ظهري اليك رغبة ورهبة اليك لا ملجأ ولا منجأ منك الا اليك آمنت بكتابك الذي انزل وبنبيك الذي ارسل. ഇത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ചൊല്ലിക്കൊണ്ടാണ്. അവിടെ ചെല്ലിയപ്പോ ചെല്ലി വന്നപ്പോ അവസാനം പറഞ്ഞെന്താ അറിയോ, ഒബി നബീക എന്നതിന് പകരം ഒബി റസൂലിക അല്ലദീ അർസൽത. ആ ഹദീസിലുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് ചൊല്ലി തന്നപ്പോ ഒബി നബീക എന്ന വാക്കാണ്, നീ അത് ചൊല്ലിയപ്പോ അറിയോ റസൂലിക എന്നായി. രണ്ടും ഒരേ അർത്ഥമായിരിക്കും, ചെറിയ വ്യത്യാസമായിരിക്കും, പക്ഷെ ഞാൻ പഠിപ്പിച്ച മാതിരി തന്നെ ആയിരിക്കണം ആ പ്രാർത്ഥന. 313 വക, 888 വക, 3307. അതിലേക്ക് എന്ത് ചെയ്യാന്നൊരു പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനന്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ. നീ എന്ന ഓരോ ഉസ്താദുമാർക്ക് തോന്നുന്ന അറബി ഭാഷ അറിയുന്ന ആൾക്കാർ പ്രാർത്ഥനയും ദിക്റുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. പ്രാർത്ഥനയും ദിക്റുകളും അത് പരലോകത്ത് കൂലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇന്ന് നമ്മള് വേദിയിലെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ, പരലോകത്തെ സ്വർഗമാണോ എങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണം എന്ന് അല്ലാഹു പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു, പ്രവാചകൻ വെറുതെ പറയില്ല. അത് അല്ലാഹുവിന്റെ ആകാശ ലോകത്തു നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. സ്വഹീഹായ ഹദീസ് അത് സ്വീകരിക്കണം, ദഈഫായ ഹദീസ് ഉണ്ട് അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ എന്താ അറിയോ, വഹുവ മുഅ്മിൻ, ക്ലിയർ ആയിട്ടുള്ള ഒരു തൗഹീദി വിശ്വാസമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, വിശ്വാസി എന്നാണ്, വിശ്വാസിയായിരിക്കണം. ഇതിനെ ഖുർആൻ പറഞ്ഞു അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്തരുത്. എന്താ ഈ ദുൽമ് എന്ന് പറഞ്ഞാൽ അറിയോ, ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ച മോനെ ശിർക്ക് ചെയ്യല്ല, ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം. അപ്പൊ ശിർക്ക് കലരാത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്കാണ് പരലോകത്ത് നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ശിർക്കും തൗഹീദും അതിൽ കൺഫ്യൂഷൻ പാടില്ല. ശിർക്കും തൗഹീദും കൺഫ്യൂഷൻ പാടില്ല. എന്താ ഖുർആൻ അത് പറയുമ്പോ അല്ലാഹുവിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അബൂജഹലിനുണ്ടായിരുന്നു, ഉത്ബത്തിനുണ്ടായിരുന്നു. ആരില്? പടച്ചോനെ പറ്റി. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. അല്ലാഹുവിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ലോകത്തെ 99% അതിന്റെ 0.9 ഉണ്ടെങ്കിൽ അത്രയും ആളുകൾ ലോകത്ത് ആരാന്നറിയോ, വിശ്വാസികളാണ്. അവരൊക്കെ ഒരു പടച്ചോനെ പറ്റി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പോരാ, ആ വിശ്വാസം പോരാ. പിന്നെന്താണോ, قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمتي. അള്ളാഹുവിനെ ആരാണ് ആകാശ ലോകത്തിൽ പഠിച്ചത് എന്ന് ചോദിക്കുന്ന അബൂജഹലിനോട് ചോദിക്കാൻ പറയാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, മലക്കുകളെ, ജിന്നുകളെ
നിങ്ങൾ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചു തേടുന്നവരെ നിങ്ങൾ ചോദിച്ചു നോക്കി അതിനെപ്പറ്റി. എന്റെ റബ്ബ് എനിക്കൊരു ഖൈർ തന്നു, ആ ഖൈറിനെ തട്ടി മാറ്റാൻ ഈ ദൈവങ്ങൾക്കെല്ലാം ആരാധ്യർക്ക് സാധിക്കുമോ? എനിക്ക് എന്റെ റബ്ബ് ഒരു നന്മ തന്നു, ഒരു പ്രയാസം ഉണ്ടാക്കി, ആ പ്രയാസത്തെ നീക്കി കളയാൻ അവർക്ക് സാധിക്കുമോ? ചോദിച്ചു നോക്കാൻ പോലും. എന്നിട്ട് എന്താ പറഞ്ഞത്? ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. എന്തിന്? മറഞ്ഞ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു നന്മ എനിക്ക് കിട്ടാനും ഒരു ദോഷം തടുക്കുവാനും എന്റെ റബ്ബ് മാത്രമാണ് എന്ന കറകളഞ്ഞ ഈമാൻ തൗഹീദ് ഇതും വേണോ ഇതിന് പഠിച്ചോൻ സ്വീകരിക്കാൻ? അതിലെന്തെങ്കിലും ഒരു ഇഷ്കാൽ, ഒരു സംശയം, ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ക്ലിയർ ആയിട്ടുള്ള വിഷയം ഇത് പറയാനാണ് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകം. ഇതിന് മനുഷ്യൻ ചെയ്യുന്ന അമല്, ഞാൻ പറഞ്ഞല്ലോ, സാഹസികമായി ചെയ്യുന്ന അമല്. നമ്മളെ നോമ്പുകാരനൊക്കെ ഓരോ ദിവസത്തെ ഒരു പ്രവർത്തനങ്ങളൊന്നും നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാരോട് പറഞ്ഞാൽ നിങ്ങൾ കാലില് നീര് കെട്ടുന്ന അത്രയും ദീർഘമായ സമയം ഖിയാമുൽ ലൈൽ നമസ്കരിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞൊരു വാക്കാണിത്. മുഹമ്മദ് നബിയെ, താങ്കൾ ഇത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരംശം കടന്നു വന്നാൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും, നിങ്ങൾ നരകത്തിലേക്ക് പോണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ശിർക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷെ അതിന്റെ ശിർക്കിന്റെ ഗൗരവം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് ചോദിക്കാണ് ആയിഷ ബീബി, ഇപ്പൊ ഞങ്ങളെ പാപം പുറത്തു തന്നില്ലേ, എല്ലാം ചെയ്ത് എന്നിട്ടും ദിനങ്ങൾ എത്ര അഫലാ അകൂന അബ്ദൻ ശകൂറ, ഒരു നന്ദിയുള്ള അടിമയായി അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് ചെല്ലണം. ആ പ്രവാചകനോടാ പറഞ്ഞത്, നിങ്ങളെ നിസ്കാരം നോമ്പിനൊക്കെ ഉണ്ടല്ലോ ബാത്തിലായി പോളും, അതിന്റെ ഉള്ളില് കുറച്ച് വിഷം കലർന്നാൽ ആ വിഷം എന്താ? ശിർക്കാണത്. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഈ ശിർക്കിൽ നിന്ന് മുക്തമാകാൻ എന്താണ് ഒരു പ്രാർത്ഥന? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുശ്റക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. പഠിച്ചോ, ചെല്ലിക്കോ. ശിർക്ക് എന്നുള്ള ചെറുതും വലുതുമായ മുഴുവൻ ശർറിൽ നിന്നും ചെയ്യുന്ന അല്ലാഹു നമ്മളെ ചെയ്യുന്നവരെ കാത്തു രക്ഷിക്കുന്നു. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു. അനുശ്റക ബിക, നിന്നോട് പങ്കു ചേർക്കുന്നതിന്, ശിർക്ക് വെക്കുന്നതിന്, വനഅലം, അറിഞ്ഞുകൊണ്ട്, വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന പ്രാർത്ഥന ഒരു അടിമ ചെയ്താൽ ശിർക്കിന്റെ എല്ലാവിധത്തിലുള്ള ചെറുതും വലുതുമായ ശിർക്കിന് അവൻ മുക്തനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു തൗഹീദി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യം ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഖാലിസായിട്ടുള്ള നല്ല നിയ്യത്തോടു കൂടി ഇഹ്തിസാബോടു കൂടി ചെയ്യുക. അങ്ങനെ പരലോകത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ കാന സഅയുഹു മശ്കൂറ, അവൻ ചെയ്യുന്ന ഏത് ചെറുതും വലുതും ഒരു നിയ്യത്ത് പോലും സമയമില്ലാത്തോണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മൂന്ന് അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മതി ഒരു നന്മ ചെയ്യണമെന്നില്ല, ചെയ്യണം. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ നാളെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയോ? സുബഹിന്റെ നേരത്ത് ഇന്ന ഒരു കാര്യം ചെയ്യണോ, ഇന്ന ആൾക്ക് ഒരു 10 രൂപ കൊണ്ടു കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന രോഗിനെ കാണാൻ പോകണം എന്നൊക്കെ ഒരു മനസ്സിന്റെ ഉള്ളിൽ നന്മ അവനത് ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രേഖയിൽ ഒരു പൂർണ്ണമായ നന്മയായി ചെയ്യാത്ത പ്രവർത്തനം അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്.
എന്നിട്ട് പറഞ്ഞത് വമൻ ഹമ്മ ബിഹസന, ഒരു നന്മ വിചാരിച്ചു, ഫഅമിലഹ വജൈതു ഫലഹു അശ്റു ഹസനാത്തിൻ ഇലാ 700 വഇലാ അദ്ആഫിൻ കസീറ. അത് 10ആയി 700ആയി വീണ്ടും കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? പരമാവധി വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുക, വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുക, വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുക, പള്ളിയിലേക്ക് നടന്നു വരിക, കാലടികൾ വർദ്ധിപ്പിക്കുക, പള്ളിയിൽ വന്ന് നേരത്തെ വന്ന് വലത് കാലെടുത്ത് വെച്ച് അല്ലാഹു പറഞ്ഞ് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് അവൻ ആ ജമാഅത്തിന്റെ സമയം വരെ പള്ളിയിൽ ഇരുന്നാൽ അങ്ങാടിയിൽ ഇരിക്കും പോലെയല്ല, മലക്കുകൾ അവന്റെ ചുറ്റുഭാഗത്ത് പൊതിയും. എന്നിട്ട് പറയാലോ, പടച്ചോനെ ഈ പടപ്പുണ്ടല്ലോ, അവന് തിരക്കുള്ള മനുഷ്യനാ, പക്ഷെ അവൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കുന്നത് എന്താ അറിയോ? അള്ളാഹു എന്റെ ആഗ്രഹം എന്തുകൊണ്ട് പുറത്തു കൊടുക്കും, നന്മ ചെയ്യേ, കാരുണ്യം അവന്. മലക്കുകൾ ഒരു മനുഷ്യൻ 20 മിനിറ്റ് ഇവിടെ നിസ്കാരത്തിന് 15 മിനിറ്റ് ഉണ്ട്. സുന്നത്ത് നിസ്കരിച്ചവൻ നിസ്കരിച്ച് ഒരു 10 മിനിറ്റ് നേരം ഖുർആൻ ഓതി കഴിഞ്ഞാൽ അവൻ ഫർള് നമസ്കരിക്കുന്ന അതേ പ്രതിഫലം ആർക്ക്? ഈ പറഞ്ഞ 3 ഡിമാൻഡോട് കൂടി. അതേമാതിരി തന്നെ തെറ്റിൽ നിന്ന് മാറുന്നത് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അല്ലാഹു പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അത് ചെയ്ത് നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ എന്റെ പുസ്തകത, എന്റെ രേഖത ഒന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് കർമ്മരേഖ വാങ്ങുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത നന്മകൾ എത്ര ചെറുതായിരുന്നാലും അർഹമുറാഹിമനായ നാഥ, നീ അത് സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ കുറെ സഹോദരന്മാർ, സഹോദരികൾ, ഉപ്പമാർ, ഉമ്മമാർ, ഉസ്താദുമാർ, അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി, സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ, പ്രയാസകരമായിട്ടുള്ള രോഗങ്ങൾ, പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ, നാഥാ നീ അതൊക്കെയും എല്ലാവർക്കും ദൂരീകരിച്ച് ആശ്വാസം നൽകി പരിഹാരം നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആളുകൾ, നാഥാ നീ അവർക്കൊക്കെയും ആശ്വാസം നൽകി പരിഹാരം നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ. പടച്ചോനെ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയും എത്രയും പെട്ടെന്ന് GCC-യിലും ലോകത്തും പശ്ചിമേഷ്യയിൽ മുഴുവനും നിരപരാധികളായിട്ടുള്ള കുട്ടികൾ 180 കുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, 6 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഇറാനിൽ ഈ സയനിസ്റ്റിന്റെ ഇസ്രായേലിന്റെ ബോംബ് വന്ന് വീണു ചിന്നിച്ചെറിയുന്ന വാർത്ത. ഇതപ്പുറത്തുണ്ടാവും. ഈ യുദ്ധം ഒന്നിനും സമാധാനമല്ല. നമ്മളെ പ്രാർത്ഥനയിൽ അതൊക്കെ ഉൾപ്പെടുത്തി. നമ്മളെ സ്നേഹിതന്മാര്, പ്രവാസികള് അവിടെ വല്ലാത്ത പ്രയാസത്തിലാണ്. അവര് പറയുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ലെങ്കിലും ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്, സൈറൻ. ഇന്ന് രാവിലെ 9 മണിക്ക് അവരുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട്, എന്തെന്നറിയോ, ഇതിന്റെ സന്ദേശം വന്നിട്ടുണ്ട്. വലിയ പ്രയാസത്തിലാണ്. ഫ്ലൈറ്റുകളെല്ലാം മുടങ്ങിയിട്ടുണ്ട്. ഈ റമദാൻ കുറെ ആൾക്കാർ പെരുന്നാൾക്ക് വരാനും നാട്ടിലെ ലാശിന് റമദാനിൽ നോമ്പ് കൂടാനും ആഗ്രഹിച്ച എത്ര പ്രതീക്ഷ, എത്ര വീടുകൾ, എന്തൊക്കെ പദ്ധതികൾ. അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, കരയാണ്. നമ്മൾ ഈ നിസ്കാരം കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പരീക്കാണ്ട് പോയി ചോറും കഴിച്ച് കിടന്നു, അത്താഴത്തിന് നീറ്റ് കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. പ്രാർത്ഥന എവിടെ? ഇത് പ്രാർത്ഥനന്റെ മാസമാണ്. ഒന്ന് കയ്യൊന്ന് പൊന്തിക്ക്, എന്നിട്ട് പടച്ചവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയും. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പറ്റി ബോധവാന്മാരെ, എന്നിട്ട് നമ്മളെ സങ്കടം പറയും. അത് നാവോട്ട് പറയണമെന്നില്ല, അത് മനസ്സുകൊണ്ടെന്ന് പറയുമ്പോ പിങ്ങി പൊട്ടും. നമ്മൾ കണ്ണുനീര് വരാതെ ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്ത് യാത്രയാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന്, ലോകത്തിന് പറ്റിയ ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് അതിനെ മോചിതരാക്കി
സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും അല്ലാഹു വഴി തെളിയിച്ച അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.